നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ചിറ്റാറിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത വരുന്നു. പത്തനംതിട്ട ചിറ്റാറിൽ 35-കാരനായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിർണായക നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ബന്ധുക്കളായ 2 പേർ കസ്റ്റഡിയിലായി. ഇവരെ ചിറ്റാർ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ചിറ്റാർ സ്വദേശിയായ സന്ദീപനെയാണ് വീടിന് സമീപത്തെ കുഴിയിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രിയോടെയാണ് ഇയാളെ വീടിന് സമീപത്തെ കുഴിയിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. സന്ദീപിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അടുപ്പത്തിലായിരുന്ന യുവതിയെ വിളിച്ചുകൊണ്ടുവരാൻ പോകുകയാണെന്ന് അറിയിച്ചാണ് സന്ദീപ് വീട്ടിൽ നിന്ന് പുറത്തുപോയത്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് സന്ദീപിന്റെ മൃതദേഹമാണ്. ദുരൂഹ സാഹചര്യത്തിലാണ് ഗുരുതരാവസ്ഥയിൽ സന്ദീപിനെ കണ്ടെത്തിയതും, അതും ഒരു കുഴിയിൽ നിന്ന്. സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി സന്ദീപിന്റെ പിതാവ് സദാനന്ദനും രംഗത്തെത്തി. യുവതിയുടെ ബന്ധുക്കൾ മകനെ മർദ്ദിച്ചിട്ടുണ്ടാകാം, ഇത്തരത്തിൽ അവശ നിലയിലാക്കി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം എന്നാണ് സദാനന്ദന്റെ പ്രതികരണം. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അടക്കമുള്ള വിവിധ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. വിവാഹിതയായ യുവതി സംഭവത്തിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സന്ദീപിന്റെ മരണം കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ വ്യക്തത വരികയുള്ളൂ. ഇതിനകം തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും കിട്ടുന്നതോടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കിട്ടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സന്ദീപൻ എന്താണ് സംഭവിച്ചത്? ഇഷ്ടപ്പെട്ട യുവതിയെ വിളിച്ചുകൊണ്ട് വരാൻ പോയ സന്ദീപൻ പിന്നീട് കാണുന്നത് അവശ നിലയിലാണ്. മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. കൊലപാതകമാണോ എന്നൊരു ചോദ്യം ഒരു വശത്തുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതേസമയം നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 27-കാരുടെ ആത്മഹത്യ, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ഒരു യുവതിയുടെ ദേഹത്ത് 17ഓളം മുറിവുകൾ ഉണ്ടായിരിക്കുകയാണ്. അതും ഭർത്താവ് ഏൽപ്പിച്ച മുറിവുകളാണ്. ദേഹത്ത് കയറിയിരുന്ന് മുഖത്തടിക്കാറുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ പാടുകൾ വരാത്ത രീതിയിലാണ് ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള ഒരു ആരതി അവസാനമായി കുറിച്ച വാക്കുകളിൽ അതൊക്കെ വ്യക്തമായിരുന്നു. എന്തായാലും അതിക്രൂരമായ പീഡനമാണ് നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ഉയരും. ആരോടും പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ടൊരു നടപടി എടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരും. ഈ സംഭവത്തില് ആരതിയും അമ്മയും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് തൻ്റെ വിഷമം കേൾക്കാനോ അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പരിഹാരം കണ്ടെത്താനോ ചുറ്റുമുള്ളവർക്ക് സാധിച്ചില്ല, ചുറ്റുമുള്ളവർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ചാറ്റുകളാണ് പുറത്തു വരുന്നത്. ചാറ്റിൽ മർദ്ദനമേറ്റതിൻ്റെ ചിത്രങ്ങൾ അമ്മയ്ക്ക് ആരതി അയച്ചിരുന്നു. മുഖത്തും കയ്യിലും ദേഹത്തും മുറിവുകൾ പറ്റിയ ചിത്രങ്ങളാണ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തത്. മാർച്ച് 17-ന് സംസാരിച്ചതിൻ്റെ ചാറ്റുകൾ പുറത്തു വരുമ്പോൾ അമ്മ ഈ വിവരം അറിഞ്ഞിട്ടും മകളോട് നൽകിയ മറുപടി അത് വളരെ നടക്കുന്ന ആരതി അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാണട്ടെ എന്നും ആരതി ചാറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പരിക്കുകൾ ആശുപത്രിയിൽ കാണിക്കണമെന്ന് അമ്മ ആരതിയോട് പറയുന്നുണ്ട്. അതുലിന്റെ അമ്മ തൈലമിട്ട് തടവി തരാമെന്ന് പറഞ്ഞതായും അതുൽ ആശുപത്രിയിൽ കൊണ്ടുപോകില്ലെന്നും ആരതിയും തിരിച്ചു പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുതെന്നും ഒന്നിനും അങ്ങോട്ട് പോകരുതെന്നുമാണ് അമ്മ മറുപടി നൽകിയിരിക്കുന്നത്. 1.5 വർഷം മുൻപായിരുന്നു ആരതിയുടെയും അതുലിന്റെയും വിവാഹം. ഇരുവരും വർക്കലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. വർക്കലയിലെ വാടക വീട്ടിലാണ് ആരതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ ആരതി ഭർതൃപീഡനം നേരിട്ടിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങൾ അമ്മയ്ക്ക് അയച്ചു നൽകിയിട്ടുണ്ട്, അച്ഛനും അയച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ വേണ്ട രീതിയിലൊരു നടപടിയെടുത്ത് ആരതിയെ സംരക്ഷിക്കാൻ അതിൽ അവർക്ക് സാധിച്ചില്ല. അവർക്ക് വീഴ്ച സംഭവിച്ചു. 50 പവൻ സ്വർണം വിവാഹ സമയത്ത് കുടുംബം ആരതിക്ക് നൽകിയിരുന്നു. അതിൽ പല ഘട്ടത്തിലായി ഇത് പണയം വയ്ക്കുകയും ഏറ്റവും ഒടുവിൽ 8 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിൽക്കുകയും കാർ വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമായി. പിന്നീട് പണം ആവശ്യപ്പെട്ട് അതുൽ ആരതിയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒരുപാട് നാളായി പെൺകുട്ടി കടുത്ത പീഡനം നേരിട്ടിരുന്നു എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മർദ്ദനത്തിന്റെ വിവരങ്ങൾ പലരോടും പറഞ്ഞു ആരതി. അതായത് തന്നെ ആർക്കെങ്കിലും രക്ഷിക്കാനാകും, അല്ലെങ്കിൽ തൻ്റെ ഈ വിഷമം കേൾക്കുമ്പോൾ ആരെങ്കിലും തനിക്കൊരു രക്ഷകനാകുമെന്ന പ്രതീക്ഷയോടെ ആ പെൺകുട്ടി പലരോടും മർദ്ദനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ആ വിഷമം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നും തൻ്റെ സ്വർണം പല ആവശ്യങ്ങൾക്കായി ഭർത്താവ് അതിലിന് നൽകിയിരുന്നുവെന്നും അതുലുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റു വഴിയില്ലാത്തതിനാൽ ജീവൻ ഒടുക്കുന്നുവെന്നുമാണ് ആരതി കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് മരണമൊഴിയായി എഴുതിയിരിക്കുന്നത്. ആരതിയുടെ മരണത്തിൽ ഭർത്താവ് അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനവും ചുമത്തിയാണ് അറസ്റ്റ്. അതുലിനെതിരെ തെളിവുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി.
അതുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭർത്താവ് അതുലിന്റെ തുടർച്ചയായ പീഡനം മൂലമാണ് ആരതി ജീവനൊടുക്കിയത്. യുവതിയുടെ ശരീരത്തിൽ 17ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങളും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും മുറിവുകൾ സഹിച്ച് ഒരു 27-കാരിയാണ് വളരെ പ്രതീക്ഷയോടെ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലുവെച്ചതാണ്. പക്ഷേ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ വിപരീതമായ, അതിന് ശരീരം പോലും ഇത്രത്തോളം 17ഓളം മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നത് വളരെ നടുക്കുന്ന വിവരം തന്നെയാണ്. മാത്രമല്ല ഇത് ഒതുക്കി വെച്ചിരുന്നില്ല, പലരോടും പറയാൻ നോക്കി, രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ രക്ഷപ്പെടുത്താനാകും ആർക്കെങ്കിലും എന്ന പ്രതീക്ഷയോടെ പറഞ്ഞു. പക്ഷെ അവിടെയും ഫലമുണ്ടാകാതെ വന്നപ്പോഴാണ് 27-കാരി മരണത്തിന് കീഴടങ്ങിയത്. ഇത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വേദനിക്കുന്നു, വിലപിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ആരതി ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ആരതി ഇത്തരത്തോളം വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കേട്ട ആരെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇന്നും ആരതി ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേട്ടവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇത് സഹിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ ജീവൻ ഒടുക്കുകയായിരുന്നു ആരതി. ഭർത്താവിൽ നിന്നും ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന സ്നേഹമുണ്ട്, അത് തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ആരതി വ്യക്തമാക്കുന്നുണ്ട്. പലരോടും തൻ്റെ വിഷമം പറഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആരതി എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സ്വർണം എടുത്തിട്ടും അതുലിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ആരതിയുടെ കുടുംബം പറയുന്നത്. ഇതേ ചൊല്ലി അതിലും ആരതിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ വീട്ടിലേക്ക് വിളിച്ചിട്ടും ഭർത്താവിനോടുള്ള ഇഷ്ടം കാരണം ആരതി തിരികെ വന്നില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്നാൽ പരാതികളെല്ലാം അതുലിന്റെ കുടുംബം നിഷേധിച്ചു. സ്വർണം പണയം വെച്ചത് ഇരുവരും ചേർന്ന് വാഹനം വാങ്ങാനാണെന്നാണ് അതുലിന്റെ അച്ഛൻ പറഞ്ഞത്. എന്തായാലും 10 മാസത്തോളം ശാരീരിക പീഡനം ആരതി നേരിട്ടിരുന്നു. ഭർത്താവിൽ നിന്ന് ഒരു സ്നേഹവും കിട്ടിയിരുന്നില്ല. സാമ്പത്തിക ചൂഷണം, ശാരീരിക പീഡനം, രക്ഷപ്പെടാൻ പല വഴികൾ നോക്കി, ഒന്നും ശരിയാകുന്നില്ല. ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആരതിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം നോക്കാം. അതുൽ ആരതിയെ മർദ്ദിക്കുന്നത് അതിന്റെ വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്ന് ആരതിയുടെ അമ്മ ജിനു പറഞ്ഞു. വീട്ടുകാരെ മർദ്ദന വിവരം അറിയിച്ചതാണ്, പക്ഷേ ഇടപെട്ടില്ല. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. പ്രശ്നങ്ങൾ കാരണം ആരതി ഇതിനു മുമ്പ് വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ അതിലിനോടുള്ള സ്നേഹം കാരണം ആരതി തിരികെ പോയതാണ്. സംഭവ ദിവസം ആരതിയുടെ വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടു, പക്ഷെ ആരതി വീട്ടിലേക്ക് വന്നില്ല. അതിൽ നിന്ന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ആരതിയുടെ ബാക്കിയുള്ള സ്വർണം അതിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേ ചൊല്ലിയും ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായി. മകളെ നഷ്ടമായി, മറ്റൊരു കുട്ടിയുടെ ഭാവി കൂടി ഇനി തകരാൻ പാടില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ആരതിയുടെ അമ്മ വ്യക്തമാക്കി. സംഭവം നടന്ന ദിവസം മകളെ തിരികെ വീട്ടിൽ വിടാൻ അതിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് ആരതിയുടെ അച്ഛൻ ബൈജു പറഞ്ഞു. പല പ്രശ്നങ്ങളും ആരതി വീട്ടിൽ പറഞ്ഞിട്ടില്ല. താൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മകളെ തിരികെ കൊണ്ടുവരാനിരുന്നതാണ്. അതിലും മകളും പലതവണ കൗൺസിലിങ്ങിന് പോയിരുന്നു. അതിലും മറ്റൊരു പെൺകുട്ടിയുമായുള്ള ചിത്രങ്ങളെ ചൊല്ലി ഇരുവർക്കിടയിൽ വഴക്കുണ്ടായിരുന്നു. ബന്ധം വേർപെടുത്തണമെന്ന് ആരതി ആഗ്രഹിച്ചിരുന്നില്ല എന്നും അച്ഛൻ വ്യക്തമാക്കി. മാത്രമല്ല ക്രൂരമാണ് ഇയാളുടെ പീഡനങ്ങൾ. ആരതി നേരിട്ടിരുന്നത് സമാനതകളില്ലാത്ത ക്രൂര പീഡനമാണ്. ഭർത്താവ് അതുൽ ശരീരത്തിന് പുറത്ത് കയറിയിരുന്ന് ആരതിയെ മർദ്ദിക്കാറുണ്ട്. പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയാണ് അതുൽ ഉപദ്രവിച്ചിരുന്നത്. ഇതൊക്കെ ആരതിയുടെ ഡയറി കുറിപ്പുകളുണ്ട്. സംഭവത്തിൽ കുറ്റസമ്മതം നടത്തിയ അതുലിനെ കോടതിയിൽ ഹാജരാക്കും. മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറിയിലാണ് താൻ നേരിട്ട ക്രൂര പീഡനങ്ങൾ ആരതി എഴുതിയിരുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോൾ തന്നെ അതുൽ ശാരീരികമായി ഉപദ്രവം തുടങ്ങിയിരുന്നു. ശരീരത്തിന് പുറത്ത് കയറി മർദ്ദിച്ചിരുന്നതായും മുറിവുകൾ ഉണ്ടാക്കാതെ വിദഗ്ധമായാണ് മർദ്ദിച്ചിരുന്നതെന്നും ആരതി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുലിന്റെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനം സഹിക്കാൻ പറ്റാത്തതാണ്. ജീവനൊടുക്കാതെ മറ്റ് നിവൃത്തിയില്ല എന്നൊരു ചിന്തയിലേക്ക് ആരതി എത്തിക്കാൻ പാകത്തിൽ അതിക്രൂരമായ പീഡനമാണ് അതുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മരണത്തിന് തൊട്ടു മുൻപ് ആരതി റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശവും പോലീസ് കണ്ടെത്തി. തനിക്ക് മരിക്കാൻ പേടിയാണെന്നും പക്ഷെ മരിക്കാതെ നിവൃത്തിയില്ല എന്നും ആരതിയുടെ ഫോൺ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആത്മഹത്യക്ക് തൊട്ടു മുമ്പിൽ ആരതിയും അതുലും തമ്മിൽ രൂക്ഷമായ വഴക്കുണ്ടായി. വൈകിട്ട് 5:45 ആരതി മാതാവിനെ ഫോണിൽ വിളിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ സംസാരിച്ചു. തുടർന്ന് അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ പാടുകൾ വ്യക്തമാകുന്ന ചിത്രങ്ങൾ വാട്സാപ്പിൽ അയച്ചു നൽകി. ഇതിന് പിന്നാലെയാണ് ആരതി മുറിക്കുള്ളിൽ ജീവനൊടുക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.